ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, നമുക്കിന്നൊരു വചനം നോക്കിയാലോ? ബൈബിളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വചനമാണ് ഇത്. ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 17-ാം വാക്യം. ആ വചനം ഇങ്ങനെയാണ്: അത്തിവൃക്ഷം പൂക്കുന്നില്ലെങ്കിലും, മുന്തിരിയിൽ ഫലങ്ങളില്ലെങ്കിലും, ഒലിവു മരത്തിൽ കായ്കളില്ലാതായാലും, വയലിൽ ധാന്യം വിളയുന്നില്ലെങ്കിലും, ആട്ടിൻകൂട്ടം ആലിയിൽ അറ്റുപോയാലും, കന്നുകാലികൾ തൊഴുത്തിലില്ലാതായാലും, കർത്താവിൽ ഞാൻ ആനന്ദിക്കും. നമ്മുടെയൊക്കെ ജീവിതങ്ങളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഒത്തിരി കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും വേദനകളും രോഗങ്ങളും ഒക്കെ ഉണ്ടാകാം. പക്ഷേ ഈശോയോട് ചേർന്ന് നിന്ന് ഈശോയോട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ആ ഒരു ആനന്ദം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. ഈശോ നമ്മുടെ ഹൃദയങ്ങൾ അറിയുന്ന ദൈവം. ഒത്തിരി പേരെ ഞാനിങ്ങനെ കണ്ടിട്ടുണ്ട്, ജീവിതത്തിൽ ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുമ്പോഴത്തേനും ഒത്തിരി നിരാശയിലേക്ക് പോകുന്നത്. പണ്ടൊക്കെ ഈശോയോട് ഇങ്ങനെ കൂട്ടാവുന്നതിന് മുന്നേ എനിക്കറിയത്തില്ല ഇത്രമാത്രം ആനന്ദം, ഇത്രമാത്രം സ്നേഹം ഞാൻ അനുഭവിച്ചിരുന്നു എന്ന്. ഈശോയായിട്ട് കൂട്ടുകൂടി കഴിഞ്ഞതിൽ പിന്നെ, ഈശോ എൻ്റെ ഒരു കൂട്ടുകാരനായി കഴിഞ്ഞതിൽ പിന്നെ എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും, എന്ത് കഷ്ടപ്പാടോ എന്ത് സങ്കടങ്ങളുണ്ടെങ്കിലും കർത്താവിൽ ഞാൻ ആനന്ദിക്കുന്നു. ഈ ലോകത്തിലെ എത്രമാത്രം ഉന്നത സ്ഥാനങ്ങളിൽ നമ്മൾ ഇരിക്കുവാണെങ്കിലും, എത്രമാത്രം പണം നമ്മുടെ കയ്യിലുണ്ടെങ്കിലും, എന്തുമാത്രം സുഖ സൗകര്യങ്ങൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിലും, നമ്മുടെ ജീവിതത്തിൽ എത്ര കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളും ഉണ്ടെങ്കിൽ ഈ കർത്താവ് എന്ന ലഹരിയിലേക്ക്, ഈ കർത്താവിലേക്ക് ഓടി വരാനായിട്ട് ഓരോ നിമിഷവും നമുക്ക് പരിശ്രമിക്കാം. അതിനു വേണ്ടിയിട്ടുള്ള കൃപയ്ക്ക് വേണ്ടി ഓരോ നിമിഷവും നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ഈശോയുടെ കുരിശിലേക്ക് നമുക്ക് ചേർത്ത് വയ്ക്കാം. ഈശോയുടെ കുരിശിന്റെ ചുവട്ടിൽ ആയിരുന്ന ഈശോയുടെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനായ യോഹന്നാനെ പോലെ ഈശോയുടെ പ്രിയപ്പെട്ട ശിഷ്യരായി മാറാൻ വേണ്ടി അതിനുള്ള കൃപയ്ക്കായിട്ട് ഓരോ ദിവസവും നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൽ ആശ്രയിച്ച്, കർത്താവിനെ സ്നേഹിച്ച്, കർത്താവിൽ ആഴമായ വിശ്വാസം ഉറപ്പിച്ചുകൊണ്ട് കർത്താവിൽ ആനന്ദിക്കുന്നവരായി ഓരോ ദിവസവും നമുക്ക് ജീവിക്കാം. അതിനായിട്ടുള്ള കൃപയ്ക്കായി ഓരോ ദിവസവും നമുക്ക് തമ്പുരാനോട് പ്രാർത്ഥിക്കാം.